പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
കരുണാവാരിയുമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇടവൈക്യം നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായി നീക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. എന്തെന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കവിഞ്ഞൊഴുകുകൂടി ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. മാത്രമല്ല, നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഔന്നത്യമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗ്ഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശ്വരയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. സുവിശേഷത്തിലൂടെ നാം ശ്രദ്ധിക്കുക പരിശുദ്ധ അമ്മയുടെ സ്തോത്ര ഗീതമാണ്. പരിശുദ്ധ അമ്മ ദൈവം തന്നെ നൽകിയ വലിയ ദാനത്തെ പ്രതി ദൈവത്തോട് നന്ദി പറയുകയാണ്. പഴയ നിയമ ഗ്രന്ഥ വചനങ്ങൾ കോർത്തിണങ്ങിയ പരിശുദ്ധ അമ്മ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുകയാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം പരിശുദ്ധ അമ്മ ഇസ്രായേൽ ഗണത്തിന് വംശത്തിന് നൽകിയ കൃപയ്ക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ഇത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ്. ഇത് ദൈവം പൂർവികരോടും ഇസ്രായേൽ ജനത്തോടും ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന്. ആ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രഗീതം ആരംഭിക്കാം. മറിയ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളുടെ നാഥനായ ഈശ്വരനാഥ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും സമർപ്പിക്കുന്നു. ദൈവം നൽകിയ കഴിവുകൾ മനുഷ്യന്റെ നന്മയ്ക്കായി സ്വാർത്ഥത കൂടാതെ ഉത്തരവാദിത്തോടെ നിർവഹിക്കുവാൻ എല്ലാ ആതുര ശുശ്രൂഷ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, അപകടത്തിൽപ്പെട്ടും മാരകരോഗങ്ങൾക്ക് വിധേയരായി മരണത്തെ നേരിൽ കണ്ടുകൊണ്ട് ജീവിതം ദുസ്സഹമായി തീർന്ന എല്ലാ രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും സമർപ്പിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും അവരുടെ കുരിശോട് ചേർത്ത് സഹിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാൻ എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഈശോനാഥ, മരുന്നുകൾ ഉണ്ടാക്കുന്നവരെയും പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും മനുഷ്യമാർഗം ഉയർത്തിപ്പിടിക്കുന്നതിനും ദൈവം നൽകിയ മനുഷ്യജീവന് നിലനിൽക്കുന്ന വിധത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള കൃപ നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ജീവിത സാഹചര്യങ്ങളാലും ഉത്കണ്ഠ മൂലവും താങ്ങാൻ കഴിയാത്ത വേദനകൾ കൊണ്ട് മനസ്സിന്റെ താളം തെറ്റി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന രോഗികളെ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിന് സമാധാനവും സ്നേഹവും നൽകി ശക്തിപ്പെടുത്തണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, അജ്ഞാത രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി അവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയെ നയിക്കുന്ന മാർപ്പാപ്പയെയും കർദിനാൾ തിരുസംഘത്തെയും എത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും സുവിശേഷ ചൈതന്യത്താൽ നിറച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാക്കി മാറ്റണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ
അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം കരുണയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണം. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും മേൽ അങ്ങയുടെ സമൃദ്ധമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
പരിശുദ്ധൻ മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ മാനവദൂതൻ പാടുന്നു പരിശുദ്ധൻ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഹോശാന. സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഹോശാന. ഹോശാന ഹോശാന കർത്താവാം ദൈവത്തിൽ ഹോശാന. ഹോശാന ഹോശാന കർത്താവാം ദൈവത്തിൽ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. ആഹാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിതപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലഴച്ച് കുമ്പിടുന്നു. യേശുവിന് ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
സജീവവും പരിശുദ്ധവും ശിവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നവരുടെ വിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Amen.
ഉരുകി ഉരുകി വീണിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാൻ കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥാ എന്ന മനസ്സത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാ നിൻ സഖായി നീ വന്നു വാണിടണേ. കർത്താവിൻ തിരു മുൻപിൽ വന്നതി ഭക്തി വിശ്വാസ പൂർവ്വം ഞങ്ങൾ കൈക്കൊണ്ടൊരു രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാ സുതനീശ്വരേ, ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെ സാദൃശ്യം നീ നിലയ്ക്കുമേ. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും പ്രത്യാശയായ മിശിഹായേ,
വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. നിത്യപുരോഹിതനായ